ലേഖനത്തോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ ദിവസം വരെയും നമുക്ക് ശ്രദ്ധിക്കാനായിട്ടിടയായത്. ഇന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിലെ പൊതുവിഷയം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക എന്നുള്ളതായ പൊതുവിഷയമാണ് 2-ാം അധ്യായത്തിലെ വിഷയം. ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക എന്നുള്ളതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരേണ്ടതിന് ഇടയാകാതെ നമ്മുടെ കർത്താവിൻ്റെ മാതൃക നാം അനുകരിക്കണമെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് എത്രയോ ഉന്നതനായിരുന്നിട്ടും പടിപടിയായിട്ട് കർത്താവ് താഴ്ചയിലേക്ക് ഇറങ്ങി വന്നതിനെ കുറിച്ചാണ് ദൈവാത്മാവ് ഈ ലേഖനത്തിൽ പ്രത്യേകമായി എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവിനെ പിതാവായിരിക്കുന്ന ദൈവം ഉയർത്തിയതായിട്ടും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. കുപ്പയിൽ കിടന്ന ഓരോരുത്തരെയും കർത്താവ് എങ്ങനെയാണ് ഉയർത്തിയതെന്ന് ഈ പഠനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തോടുള്ള സമത്വം താൻ മുറുകി പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസനായിട്ട് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താന് അനുസരണമുള്ളവനായി തീർന്നുവെന്നാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ചന്ദ്രനിൽ കാലുകുത്തിയതായ ആ സഹോദരങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങി വന്ന ശേഷം ചന്ദ്രനിൽ പോയ ഒരാൾ, ആൾട്രീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ മാരാമൺ കൺവെൻഷനിൽ വന്ന് സംബന്ധിപ്പാനിടയായി. അദ്ദേഹത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചതായിരുന്നു. അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരുന്നതായ സമയത്ത് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു പാറക്കഷണം ഒരു കടലാസ് പൊതിയിൽ നിന്ന് അഴിച്ച് ആ ജനത്തെ അദ്ദേഹം ഉയർത്തി കാണിക്കുവാനിടയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ചന്ദ്രനിൽ പോയത് നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി തോന്നാം, ഞാനതിന് സാക്ഷിയാണ്. പക്ഷേ ഉയരത്തിൽ നിന്ന് ഉന്നതനായിരിക്കുന്ന കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ നടന്നതാണ് അതിനേക്കാൾ അത്ഭുതമെന്നാണ് അദ്ദേഹം പ്രസ്താവിപ്പാനായിട്ട് ഇടയായത്. ഞാൻ ഈ ഭാഗം ഓർപ്പിച്ചതിന് താല്പര്യം, നമ്മുടെ കർത്താവ് എത്രയോ ഉന്നതനായിരുന്നിട്ടും നമ്മുടെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തോടുള്ള സമത്വം മുറിപ്പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത്
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയായിട്ട് നാം അനുകരിക്കേണ്ടതായ ഒരു വിഷയമാണെന്ന് മറന്നു പോകരുത്. ഈ അധ്യായം, 2-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം വായിച്ചാൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമുക്ക് ഓരോ വാക്യങ്ങളും എടുത്ത് അത് വിശദമായി ചിന്തിപ്പാനുള്ള അവസരം നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാന് ഈ വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഹെഡിങ് മാത്രം ഓർപ്പിച്ച് അതിനെക്കുറിച്ച് മാത്രം പറയുവാൻ എനിക്ക് സമയമുള്ളത് കൊണ്ടാണ് ഈ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നാം വായിച്ചാൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ക്രിസ്തു ആകുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും സ്വഭാവങ്ങളുമെല്ലാം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം. കർത്താവ് നമ്മെ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ഒരു ദൈവ പൈതലായിട്ട് പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ ചിന്തകള്, നമ്മിലുള്ള സ്വഭാവങ്ങൾ എല്ലാം ആരിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം? യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം. ആ അടിസ്ഥാനത്തിൽ നാം ആർദ്രതയുള്ളവരും കരുണയുള്ളവരും ഏക മനസ്സുള്ളവരും ഐക്യമുള്ളവരും മറ്റുള്ളവർക്ക് നാം ആശ്വാസമായി സ്നേഹമുള്ളവരായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഓരോന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എടുത്തെടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ കൂട്ടായ്മയുള്ളവരും എല്ലാറ്റിലും വിശുദ്ധിയുള്ളവരും മറ്റുള്ളവർക്ക് നാം ആശ്വാസം നൽകുന്നവരും ആയിരിക്കണം. ഇത്യാദി കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ, ചിന്തകൾ, നമ്മുടെ സ്വഭാവങ്ങൾ എന്ന് വേണ്ട എല്ലാം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ചിന്താവിഷയമായി തീർന്നിരിക്കുന്നത്. 6 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ആ വാക്യങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുവാനായിട്ടിടയായത്. എന്താണ്? ദൈവത്തോടുള്ളതായിരിക്കുന്ന സമത്വമുള്ളവനാണ് ആര്? പുത്രനായ ക്രിസ്തു. അപ്പൊ ദൈവത്തോടുള്ള സമത്വം താൻ മുറുകെ പിടിക്കാതെ മനുഷ്യരൂപത്തിൽ ഒരു ദാസനെ പോലെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി. പാപികളായ മനുഷ്യനെ താൻ സ്നേഹിച്ചപ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വവും പദവിയും ഉപേക്ഷിച്ചിരുന്നില്ല എന്നുകൂടെ നമ്മൾ ഓർക്കണം. കർത്താവിന്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ മാത്രമേ അവന്റെ താഴ്ച നമുക്ക് ഗ്രഹിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ ആ മഹത്വമുള്ളതായിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ഓരോ പടിയായിട്ട് എന്ത് ചെയ്തു?
താഴ്ച ഭവിപ്പാനായിട്ടിടയായി. താഴ്ചയിലേക്ക് താന് കടന്നു വരുവാനായിട്ടിടയായി. കർത്താവിന്റെ താഴ്ചയിലെ 7 പടികൾ ഞാൻ പറയാം. അതായത് ഓരോന്നായിട്ട് നാം ചിന്തിച്ചാൽ, കർത്താവിന്റെ താഴ്ചയിലെ ആദ്യത്തെ പടി, ഒന്നാമത്തെ പടി സമത്വം. ദൈവത്തോടുള്ള സമത്വം താൻ ഉപേക്ഷിപ്പാനിടയായി. ദൈവത്തോടുള്ള സമത്വം ഉപേക്ഷിച്ചു. വാസ്തവത്തിൽ അത് ചിന്തനീയമായ ഒരു കാര്യമാണ്. മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് അവന് ഉന്നത സ്ഥാനം ലഭിക്കണമെന്നുള്ളതാണ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ താണു പോകാനായിട്ട്? ഉണ്ടോ? ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്നെയും ഉയർത്തപ്പെടണമെന്നാണ് മനുഷ്യന്റെ ചിന്ത, അല്ലേ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരു പടിയൂടെ താണ് ജീവിക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാറില്ല. എന്നാൽ യേശു താഴ്ച ഏറ്റെടുക്കുവാനിടയായി. ഒന്നാമത് ദൈവത്തോടുള്ള സമത്വം താൻ ഉപേക്ഷിച്ചു. 2, ദാസരൂപമെടുത്തു. ദാസരൂപമെടുത്തു. 3, മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യ സാദൃശ്യത്തിലായി. 4, തന്നെത്താൻ ഒഴിച്ചു. 5, വേഷത്തിൽ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായി. 6, ക്രൂശിൽ മരിച്ചു. 7, ദാസനെ പോലെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തോടുള്ള സമത്വം ഉപേക്ഷിച്ചു, ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി, ക്രൂശിൽ മരിച്ചു, ദാസനെ പോലെ അനുസരണമുള്ളവനായി തീർന്നു. ഈ 7 പടികളാണ് നമ്മുടെ കർത്താവിന്റെ താഴ്ചയുടെ അവസ്ഥകളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഓരോന്നോരോന്നായി നാം അത് ചിന്തിച്ചാൽ, ഒന്നാമത്തെ പടിയിൽ നിന്നും പിന്നെയും താഴോട്ട് അങ്ങനെ ഓരോ പടി താണ് യേശുവിൽ ഒരു താഴ്മയുടെ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് ദൈവമാണ്, അഥവാ ദൈവത്തോട് സമത്വമുള്ളവനാണ്, ഉന്നതനാണ്, പരിശുദ്ധനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, നിത്യനാണ്. ഒക്കെ യേശുവിനെ കുറിച്ച് പറയുവാനുണ്ടെങ്കിലും കർത്താവ് ആ അവസ്ഥകളിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? താഴ്ചയിലേക്ക് കർത്താവ് കടന്നു വരുവാനിടയായി. കർത്താവിന്റെ അന്ത്യ അത്താഴം, പെസഹ അത്താഴത്തെ കുറിച്ച് നാം ശ്രദ്ധിച്ചാൽ, അന്ന് രാത്രി കർത്താവ് ഒരു ദാസനെ പോലെ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി തുടച്ചതായിട്ട് കാണാൻ കഴിയും.
അത്രമാത്രമുള്ളൊരു താഴ്ചയാണ് നമുക്ക് യേശുവിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യരെ വിളിക്കുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ എന്നാണ് വിളിച്ച് താന് തുടർന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ആ ഫിലിപ്പ്യരോടുള്ളതായിരിക്കുന്ന ആഴമായ സ്നേഹത്തെയാണ് ആ വിളിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് താന് അവരെ ഉപദേശിക്കുകയാണ്. അവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നും രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നും ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണമെന്നും ഫിലിപ്പ്യരെ താൻ എന്ത് ചെയ്യുകയാണ്? ഉപദേശിക്കുകയാണ്. ഞാൻ പ്രാരംഭ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചല്ലോ, എല്ലാ നിലകളിലും പൗലോസ് സൗഖ്യത്തോടിരിക്കുന്ന ഒരു സമയത്തല്ല ഈ ലേഖനം എഴുതിയത്. താനെ കാരാഗൃഹത്തിന്റെ ഉൾമുറിയിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്തവനായി പട്ടാളക്കാരുടെ ആ മേൽനോട്ടത്തിൽ താനായിരിക്കുമ്പോൾ തന്റെ ശുശ്രൂഷയാൽ ഉളവായിട്ടുണ്ടായ ആ ഫിലിപ്പിയ സഭയോടുള്ളതായിരിക്കുന്ന അളവറ്റതായിരിക്കുന്ന സ്നേഹമാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, ഒരു ദൈവദാസന്റെ സഭയോടുള്ളതായിരിക്കുന്ന സ്നേഹം എത്ര ആഴമായ സ്നേഹമാണെന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ ഗ്രഹിപ്പാനായിട്ട് കഴിയും. പൗലോസിന് അവർക്ക് കൊടുക്കാൻ വേറെ ഒന്നും തന്റെ പക്കലില്ല. എന്നാൽ നിഷ്കളങ്കമായ സ്നേഹം ഈ വാക്കിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 13-ാം വാക്യം, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ആ വാക്യം ഓർപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിശ്വാസികൾ എന്ത് ചെയ്യണം? അതിനായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ കാണുവാൻ കഴിയാത്തതിന്റെ കാരണം നമ്മെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥന അതാണല്ലേ, ദൈവമേ നീ പ്രവർത്തിക്കണം, നീ പ്രവർത്തിക്കണം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാകണം. അതാണ് 13-ാം വാക്യത്തിൽ താന് ഓർപ്പിക്കുന്നത്. 14-ാം വാക്യം വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. മറ്റെല്ലാം പ്രസക്തമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ 14-ാം വാക്യം ഇങ്ങനെയാണ്: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളമക്കളും ആകേണ്ടതിന് എല്ലാം പെരുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. നോക്കിക്കേ, ഓരോ തലമുറകൾ കഴിഞ്ഞു പോകും തോറും പൗലോസിന്റെ തലമുറയിൽ തന്നെ പൗലോസ് പറയുകയാണ്, ഈ തലമുറ എങ്ങനെയുള്ളതാണ്? വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, ഈ തലമുറയിൽ ഉള്ളതായിരിക്കുന്ന ആ സമൂഹത്തോട് നമ്മൾ യോജിക്കരുത്. അങ്ങനെയുള്ളതായിരിക്കുന്ന വക്രതയും കോട്ടവുമുള്ളതായിരിക്കുന്ന തലമുറയുടെ മധ്യത്തിൽ ദൈവമക്കൾ സ്നേഹവും ഐക്യവുമുള്ളവരായി ഈ തലമുറയ്ക്ക് വെളിച്ചം പകരണമെന്നാണ്
പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. ഈ തലമുറ വക്രതയും കോട്ടവും ഉള്ളതാണെന്ന് നമുക്കും വളരെ നന്നായിട്ട് അറിയാം. ഈ 2025 ആരംഭിച്ചതിന് ശേഷം, അതിനു മുമ്പ് പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുകയും നമ്മെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ സംഭവങ്ങളല്ലേ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിൽ സമാധാനമില്ല, മക്കള് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിരിയുന്നു, മക്കള് മാതാപിതാക്കന്മാരെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഞാനിതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാം. വാസ്തവത്തിൽ ഈ തലമുറയും വക്രതയും കോട്ടവുമുള്ള തലമുറയാണെന്ന് നാം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, ഏത് തലമുറകളുടെ മധ്യത്തിലാണെങ്കിലും നമ്മളായിരിക്കുന്നതായ ആ തലമുറയ്ക്ക് നാം വെളിച്ചം കൊടുക്കേണ്ടവരാണ്. ദൈവവചനമാകുന്ന വെളിച്ചം നമ്മുടെ പക്കലുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിറുപിറുപ്പോ വാദമോ കൂടാതെ ദൈവഭയത്തോടെ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രായഭേദമന്യേ ഈ ലോകം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും സമാധാനമില്ല. ഒരിക്കൽ ഒരു ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ട് നടന്നതായിരിക്കുന്ന ഒരു കുട്ടി, ഒരു ബാലൻ, പ്രായമുള്ള ഒരാളെ കളിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. ഒത്തിരി പ്രായമുള്ള ഒരു അപ്പച്ചൻ അവനോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരു ന്യൂസ് പേപ്പർ വേണം. അപ്പൊ അവൻ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു പേപ്പറാണ് കൊടുത്തത്. 3-4 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാണ് കൊടുത്തത്. അപ്പൊ അവൻ വിചാരിച്ചു, ഞാന് ആ പിതാവിനെ പറ്റിച്ചു. പക്ഷേ ഈ അപ്പച്ചൻ കൊടുത്ത ആ കോയിൻ ഉണ്ടല്ലോ, നാണയം, അത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നാണയമല്ല. എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത നാണയം അപ്പൻ അങ്ങോട്ട് കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാ മിടുക്കൻ? അപ്പച്ചനാണോ മിടുക്കൻ? ആ കുട്ടിയാണോ മിടുക്കൻ? അവൻ വിചാരിച്ചു, ഞാന് പ്രായമുള്ള പിതാവിനെ പറ്റിച്ചു. അപ്പച്ചൻ അതിനേക്കാൾ സൂത്രം പഠിച്ച ആളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാ നിലകളിലും പ്രായഭേദമന്യേ ഞാൻ പറഞ്ഞത് വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് വക്രതയും കോട്ടവും നിറഞ്ഞതായിരിക്കും ഈ തലമുറയുടെ മധ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നിഷ്കളങ്കതയോടെ വെറുവെറുപ്പ് കൂടാതെ ജീവിപ്പാനും നമ്മളിലുള്ള വെളിച്ചം അവരിലേക്ക് പകരുവാനുമാണ് നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കുവാനായിട്ട് ഇടയാകരുത്. നമുക്ക് മുൻപോട്ട് നീങ്ങാം. 15-ാം വാക്യം പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ പ്രകാശങ്ങളാക്കി വെച്ചിരിക്കുകയാണ്, ഈ ലോകത്തിൽ വെളിച്ചങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ വെളിച്ചം കിട്ടിയത്? വെളിച്ചമാകുന്ന കർത്താവിൽ നിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടിയത്, അല്ലേ?
സൂര്യനിൽ നിന്ന് ചന്ദ്രൻ വെളിച്ചം ഏറ്റെടുത്ത് പ്രകാശിക്കുന്നത് പോലെ നീതിസൂര്യനാകുന്ന കർത്താവിൽ നിന്ന് നാം വെളിച്ചം ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവിലുള്ള വെളിച്ചമാണ് നമ്മളിൽ പ്രകാശിക്കുന്നത്. ആ പ്രകാശം നാം ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വിളക്ക് കത്തിച്ചിട്ട് അത് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, പിന്നെ തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. സുവിശേഷ ഭാഗം നാം പഠിക്കുമ്പോൾ 4 സ്ഥലത്ത് വിളക്ക് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പറയുടെ കീഴേ വെക്കരുത്. പറ എന്ന് പറഞ്ഞാല് ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല എന്താ. അളവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അളവ് പാത്രമാണ് പറ എന്ന് പറയുന്നത്. അപ്പം വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴേ വെക്കരുത്. 2, കട്ടിൽ കീഴേ വെക്കരുത്. 3, പാത്രം കൊണ്ട് മൂടി വെക്കരുത്. 4, അറയ്ക്കകത്ത് വെക്കരുത്. ഇതെല്ലാം ഓരോ അർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിളക്ക് കത്തിച്ച ശേഷം അത് വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശിക്കുവാനായിട്ട് ആ വിളക്ക് എവിടെ വെക്കേണ്ടത്? അത് തണ്ടിന്മേൽ ഉയർത്തി വെക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എടുക്കണ്ട, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ ഉദിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ നക്ഷത്രം നോക്കിയാണ് അവിടേക്ക് വിദ്വാൻമാര് എത്തിച്ചേർന്നത്, അല്ലെ? വിദ്വാൻമാര് എത്തിച്ചേർന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കർത്താവ് നക്ഷത്രങ്ങളാക്കി വെച്ചിരിക്കുക. മറക്കരുത്, നക്ഷത്രങ്ങളാക്കി വെച്ചിരിക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ വാസ്തവത്തിൽ അബ്രഹാമിന്റെ ആത്മീയ സന്തതികളാണ്. കാരണം അബ്രഹാം ആരെ? വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോ ഈ നക്ഷത്രം വിദ്വാൻമാരെ എവിടെ കൊണ്ടുവന്നു? യേശു കിടക്കുന്ന വീട്ടിൽ കൊണ്ടുവല്ലാനിടയായി. ഈ നക്ഷത്രത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ടാണ് വിദ്വാൻമാര് യേശു കിടക്കുന്ന വീട്ടിൽ എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ നക്ഷത്രങ്ങളാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കണം, യേശു ഉള്ള വീട്ടിൽ നാം അനേകരെ കൊണ്ടുവരേണ്ട ദൗത്യം നമുക്കുണ്ട്. യേശുവിനെ അറിയാത്ത അനേകർക്ക് യേശുവിന്റെ ജന്മവാർത്ത നമ്മൾ അറിയിച്ചു കൊടുക്കണം. അത് നക്ഷത്രത്തിന്റെ ദൗത്യമാണ്. യേശു ഉണ്ട്, യേശു ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ വർത്തമാനം മറ്റുള്ളവരെ നാം അറിയിക്കേണ്ട ദൗത്യം നക്ഷത്രങ്ങളാകും നമുക്കുണ്ട്. മറ്റൊന്ന്, വഴി പറഞ്ഞു കൊടുക്കണം. യേശു കിടക്കുന്ന വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ആ വഴി എന്താണെന്ന് പറയേണ്ടത് നമ്മുടെ ദൗത്യമാണ്. മാത്രമല്ല, യേശുള്ള വീട്ടിൽ അനേകരെ കൊണ്ട് എത്തിക്കേണ്ടതും നമ്മുടെ ദൗത്യമാണ്. ഒരു കാര്യം, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നാം വിലപ്പെട്ടവരാണ്. കാരണം നമ്മയാണ് കർത്താവ് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവം നിങ്ങളെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളെ ഒരു വെളിച്ചമാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഇരുട്ടിലായിരിക്കുന്ന അനേക ആൾക്കാരെ വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതായ ജ്യോതിസുകളാണ് നമ്മളെന്ന് ഒരിക്കലും മറക്കരുത് കേട്ടോ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. നമുക്ക് ചില ഇടങ്ങളിൽ പോകാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നിരിക്കാം, അല്ലേ? ചില ഇടങ്ങളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചത്തിന് അവിടെ ചെന്ന് ചേരാൻ കഴിയും. അതൊരു പ്രത്യേകതയല്ലേ? അടുത്ത വീട്ടിൽ കയറാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന വെളിച്ചത്തിന് അവിടെ ചെല്ലാം. ഇതുപോലെ നമുക്ക് പ്രത്യക്ഷമായി എത്തിച്ചേരുവാൻ കഴിയാത്ത ഇടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും
നാം പ്രകാശപൂരിതരായി തീർന്നാൽ ആ പ്രകാശത്തിന് അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയും, അവരെ ആകർഷിക്കുവാൻ കഴിയും. ഞാൻ വേഗം മുൻപോട്ട് നീങ്ങട്ടെ. 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പ്രശംസയെ സംബന്ധിച്ച് താൻ അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ജീവിതകാലം മുഴുവനും ക്രൂശിൽ പ്രശംസിപ്പാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപമാനങ്ങളും കഷ്ടതയും മരണവും ഒക്കെയാണ് ഇവയെ സൂചിപ്പിക്കുന്നതെന്ന് നാം മറക്കരുത്. ക്രൂശ് കഷ്ടതയെയും അപമാനത്തെയും മരണകരമായ അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്നത് ഏതിലാണ്? തൻ്റെ ക്രൂശിൽ, കർത്താവ് നൽകിയിരിക്കുന്ന ക്രൂശിലാണ് താന് പ്രശംസിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് ഈ വാക്യത്തിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 16-ാം വാക്യത്തിൽ താന് പറയുന്നതായ പ്രശംസ എന്ന് പറയുന്നത് സ്വർഗത്തിൽ തനിക്ക് ലഭിപ്പാൻ പോകുന്നതായ പ്രശംസയെ കുറിച്ചാണ്. കർത്താവിന്റെ സന്നിധിയിൽ താൻ ചെല്ലുമ്പോൾ കർത്താവിൽ നിന്ന് തനിക്ക് പ്രശംസ ലഭിക്കും എന്നുള്ള അർത്ഥത്തിലാണ് 16-ാം വാക്യത്തിൽ താന് ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാക്കളെ നേടിയതിന് കർത്താവ് പൗലോസിനെ എന്ത് ചെയ്യും? പ്രശംസിക്കും. നോക്കിക്കേ, കർത്താവിൽ നിന്നുള്ള പ്രശംസ തനിക്ക് ലഭിക്കുന്നത് ഏതിനാണ്? പ്രത്യേകിച്ച് ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കാഴ്ചവെച്ചതിന് വേണ്ടിയാണ് കർത്താവ് തന്നെ പ്രശംസിക്കുന്നത്. പൗലോസിന്റെ ജീവിതം മുഴുവനും താൻ ഉരിഞ്ഞു വെച്ചത് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ആത്മാവിനെ നേടണം, ദൈവത്തിങ്കിലേക്ക് അവനെ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കുന്ന ഏക ചിന്തയായിരുന്നു പൗലോസിന്റെ ആ ജീവിത അവസാനം വരെ എന്നുള്ള കാര്യം താന് നമ്മൾ മറന്നു പോകരുത്. പൗലോസിനെ കാരാഗ്രഹത്തിലിട്ടാലും അവിടെ കിടന്നുകൊണ്ട് താൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതും കേട്ടോ. കാരാഗ്രഹത്തിലായതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കരയുകയല്ല, ദൈവമേ എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ, ഞാൻ എന്നാ കുറ്റം ചെയ്തിട്ടാ കർത്താവ് എനിക്കിത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരയുകയല്ല. അതും സന്തോഷത്തോടെ ഏറ്റെടുത്ത് ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലായിരുന്നാലും അനേകരുടെ ജീവിതത്തിന്റെ ആ വർധനവിന് വേണ്ടി, ആത്മീയ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? താന് അവർക്കായിട്ട് ലേഖനം എഴുതുകയാണ്. അതേസമയം കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിനെ പുറത്തുവിട്ടാൽ പൗലോസ് ആത്മാക്കളെ നേടും, ദൈവസഭകൾ സ്ഥാപിക്കും. അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിന്റെ ആ രണ്ട് വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ താനെ എത്തിച്ചേരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് തനിക്ക് എന്ത് ലഭിക്കും? പ്രശംസ ലഭിക്കും. എന്തിനു വേണ്ടിയാണ്? ആത്മാക്കളെ നേടിയതിനു വേണ്ടി. അതുകൊണ്ട് ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിന്റെ ആപ്തവാക്യമായിരിക്കണം. നമ്മൾ ജീവിച്ചാലും നാം മരിച്ചാലും കർത്താവിന് പ്രയോജനകരമായി തീരുവാനിടയാകണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകണം. പ്രത്യേകാൽ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് നേടുന്നവരായിരിക്കണം. അതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. വല്ല വിധേനയും ഒരു ആത്മാവിനെ നേടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു, എനിക്കിനി മറ്റുള്ളവരുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല, ആ ഒരു ചിന്ത ഉണ്ടാകരുത്. കർത്താവ് നമ്മെ കൊണ്ടുവന്നതും നമ്മെ സ്നേഹിച്ചതും നമ്മെ ഈ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തിയതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നാം മുഖാന്തരം മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കൂടിയാണെന്ന് നാം മറന്നു പോകരുത്. ഒരാത്മാവിന്റെ വില നമുക്കറിയാം, അത് ഭൂലോകത്തെക്കാളും വിലയുള്ളതാണ്. അതുകൊണ്ട് ഒരാത്മാവിനെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം കൂടെ അതിനോടുള്ള ബന്ധം എനിക്ക് പറയാനുണ്ട്. ഒരാത്മാവിനെ നേടിയില്ലെങ്കിലും നമ്മുടെ ആത്മാവിനെ കളഞ്ഞേക്കരുത്.
അതും ബലപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മള് ദൈവവചനമൊക്കെ പഠിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ആത്മാവിനെ നേടിയതിനോടൊപ്പം മറ്റുള്ളവരുടെ ആത്മാവിനെ നേടുവാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്. വീണ്ടും 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 17-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും എന്നാണ് 17-ാം വാക്യത്തിൽ താൻ പറയുന്നത്. ഈ വാക്യത്തിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇടയന്റെ മനോഭാവമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫിലിപ്പിയരെ വിശ്വാസത്തിലേക്ക് നടത്തിയത് ആരാണ്? ആരംഭ വിശ്വാസങ്ങളെ നടത്തിയത് ആരാണ്? പൗലോസ. ആ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ രക്താംബരം വിൽക്കുന്നതായ തുയത്തൈരക്കാരിയായ ലുദിയ, അതിനുശേഷം ആ വെളിച്ചപ്പാടത്തിയായിരുന്ന ആ സ്ത്രീ, അതിനുശേഷം കാരാഗ്രഹ പ്രമാണി, അവരെല്ലാമാണ് ആ സഭയുടെ ആദ്യകാല വിശ്വാസികൾ. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചതായിരിക്കുന്ന പൗലോസിന് അതിന്റെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടെയാണ് ഈ ലേഖനം അവർക്ക് എഴുതി അയക്കുന്നത്. ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുന്ന, പൗലോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുന്ന ശുശ്രൂഷയിൽ ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും രക്തസാക്ഷിയായി തീരേണ്ടി വന്നാലും അതിൽ സന്തോഷിക്കുന്ന ഒരിടയന്റെ മനോഭാവമാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിടയന്റെ മനോഭാവം അതാ കേട്ടോ. ആടുകളെ കുറിച്ച് താൻ ഓർക്കുമ്പോൾ അവരോടുള്ളതായിരിക്കുന്ന സ്നേഹത്തിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ ആ ഇടയനായിരിക്കുന്ന ശുശ്രൂഷകന് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും രക്തസാക്ഷിയായിട്ട് മരണം വരിക്കേണ്ടി വന്നാലും അതിൽ സന്തോഷിക്കുന്ന ഒരിടയന്റെ ആ മനോഭാവമാണ് ഈ വാക്യത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളത് വില കൊടുക്കേണ്ടതായ ഒരു വസ്തുതയാണ് എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാം, ദാവീദ് അപ്പന്റെ ആടുകളെ കാട്ടിൽ മേയിച്ചുകൊണ്ടിരുന്നതായ അവസരത്തിൽ ഒരിക്കലൊരു കരടിയും മറ്റൊരവസരത്തിൽ ഒരു സിംഹവും അപ്പന്റെ ആടുകളെ പിടിക്കുവാനായിട്ട് വന്ന സന്ദർഭത്തിൽ ആ ഇടയനായിരിക്കുന്ന ദാവീദ് എന്താ ചെയ്തത്? ആ സിംഹത്തെയും കരടിയെയും വലിച്ചു കീറുവാനായിട്ടിടയായി. അതാണ് ആടുകളുടെ മേൽ കർത്തവ്യമുള്ള, ആടുകളെ പരിപാലിക്കുന്ന, ആടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരിടയന്റെ മനോഭാവമാണ് ദാവീദിൽ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഒരിടയന്റെ മനോഭാവം. താന് മരിക്കേണ്ടി വന്നാലും ആടുകൾക്കൊന്നും സംഭവിക്കരുതേ എന്നതായ ചിന്തയാണ് ഒരിടയന് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, വെളിപ്രദേശങ്ങളിലൊക്കെ പലസ്തീൻ നാടുകളിൽ ആടുകളെ കൂട്ടത്തോടെ മേയ്ക്കുന്ന ഇടയൻ രാവിലെ മുതൽ സന്ധ്യ വരെ ആടുകളെ മേയിച്ച ശേഷം അതിൻ്റെ ആലയിൽ കൊണ്ട് എന്ന് അതിനെ എണ്ണമെടുത്ത് ആലയ്ക്കകത്ത് കടത്തിയ ശേഷം രാത്രിയിൽ ഇടയൻ കിടക്കുന്നത് എവിടാന്നറിയാമോ? അതിന്റെ വാതിൽക്കൽ അതിനെ വിലങ്ങനെ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ടാണ് ഇടയൻ ഉറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്ഷുദ്രജീവികൾ ആടിനെ പിടിക്കുവാൻ വന്നാൽ ഇദ്ദേഹം അറിയാതെ ആലയിൽ കടക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നത് ആർക്കാണ്? ഇടയനാണ്. അതാണ് ഒരു ഇടയന്റെ മനോഭാവം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് വേഗം മുൻപോട്ട് നീങ്ങാം. 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
അവിടെ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. എത്ര മനോഹരമായൊരു വാക്യം അല്ലേ? ആകയാൽ അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, പിന്നെ എന്നോടുകൂടെ സന്തോഷിപ്പീൻ. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ പൗലോസിന്റെ ആ വാക്യത്തിലെ ആ ഒരു ചിന്തയൊന്ന് ഓർത്ത് നോക്കിയേ. കാരാഗൃഹത്തിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുകയാണെങ്കിലും ഫിലിപ്പിയ വിശ്വാസിയോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം. പിന്നെ പറയുകയാണ്, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. അപ്പൊ അതിന്റെ അർത്ഥം, കാരാഗ്രഹം തന്റെ ജീവിതത്തിന്റെ സന്തോഷത്തെ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, കെടുത്തിക്കളഞ്ഞിട്ടില്ല. അന്നത്തെ പോലെ ഞാൻ ഇന്നും ഒരു നിജപുത്രൻ എന്നാണ് തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസിനെ പോലെ ഫിലിപ്പ്യരെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് തിമോത്തിയോസിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ട് തിമോത്തിയോസിനെ ഫിലിപ്പിയ സഭയിലേക്ക് അയക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് ചിന്തിക്കുന്നതായിട്ടൊരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേദഭാഗങ്ങളിലെല്ലാം പൗലോസിനെ പോലെ വിശ്വാസികളെ കുറിച്ച് ചിന്തിപ്പാൻ കഴിവുള്ളതായിരിക്കുന്ന തിമോത്തിയോസിനെ കുറിച്ച് താന് പ്രസ്താവിച്ച ശേഷം അതിൻ്റെ 23, 24 വേദഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ തിമോത്തിയോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കുന്നതായ കാര്യത്തെക്കുറിച്ചുള്ളതായ ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് പ്രത്യാശിക്കുന്ന വിഷയങ്ങളായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഫിലിപ്പിയ സഭയിൽ നിന്ന് കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസിനെ സന്ദർശിപ്പാൻ വേണ്ടി ഫിലിപ്പിയ സഭയിൽ നിന്ന് ഒരു സാമ്പത്തിക നന്മ ശേഖരിച്ച് എപ്പഫ്രോദിത്തോസിന്റെ പക്കൽ ഏൽപ്പിച്ച് അവനെ റോമൻ കാരാഗൃഹത്തിലേക്ക് അവര് അയക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയ സഭയിലെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തന്നെ എപ്പഫ്രോദിത്തോസിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. നോക്കിക്കേ, അവരുടെ ഇടയനായ, അവരുടെ നടത്തിപ്പുകാരനായിരുന്ന പൗലോസിനോടുള്ളതായിരിക്കുന്ന ഫിലിപ്പിയ സഭയുടെ സ്നേഹം കണ്ടു. എത്ര ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ദൈവസഭ എന്താ ചെയ്തെന്നറിയാമോ? ഈ ഫിലിപ്പിയ സഭയിൽ നിന്ന് വിശ്വസ്തനായിരിക്കുന്ന എപ്പഫ്രോദിത്തോസിനെ ആ പൗലോസിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ്? അവർ സഭയായിട്ട് ആലോചിച്ചയക്കുകയാണ്. എന്തിനാ? പൗലോസിനെ ശുശ്രൂഷിപ്പാൻ വേണ്ടി. കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസിന് ആശ്വാസം പകരേണ്ടതിന്, പൗലോസിന് ശുശ്രൂഷിപ്പാൻ വേണ്ടി അവര് ഒന്നടങ്കം തീരുമാനിച്ച് എപ്പഫ്രോദിത്തോസിനെ അങ്ങോട്ട് അയക്കുന്നതായി കാണുവാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് 700 മൈൽ സഞ്ചരിച്ചാണ് ഫിലിപ്പിയ പട്ടണത്തിൽ നിന്ന് ഈ എപ്പഫ്രോദിത്തോസ് എവിടെ എത്തിയത്? റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായത്. അവർ പിരിച്ചു കൊടുത്തതായിരിക്കുന്ന സാമ്പത്തിക നന്മയുമായിട്ട് താന് യാത്ര ചെയ്ത് വളരെ കഷ്ടം സഹിച്ച് എവിടെ എത്തി? കാരാഗൃഹത്തിൽ താന് എത്തിച്ചേരുവാനായിട്ടിടയായി. അദ്ദേഹത്തെ കുറിച്ച് പൗലോസ് പറയുന്നതായിരിക്കുന്ന ആ സംബോധന എന്തെന്നറിയാമോ? അവൻ എൻ്റെ സഹോദരനാണ്, അവൻ്റെ കൂട്ടുവേലക്കാരനാണ്. ആത്മാർത്ഥമായ ഒരു സാഹോദര്യ ബന്ധമാണ് പൗലോസിന് ആരോടുണ്ടായിരുന്നത്? എപ്പഫ്രോദിത്തോസിനോട് ഉണ്ടായിരുന്നത്.
അങ്ങനെ എപ്പഫ്രോദിത്തോസ് ഈ സാമ്പത്തിക നന്മയുമായിട്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടെ പൗലോസിനെ ശുശ്രൂഷിപ്പാനായിട്ട് എവിടെ എത്തിച്ചേർന്നു? കാരാഗൃഹത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. പിന്നീട് 25 മുതൽ അതിൻ്റെ 30 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലേക്ക് നാം കണ്ണോടിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് ഈ എപ്പഫ്രോദിത്തോസിനെ പൗലോസ് എന്ത് ചെയ്യുകയാണ്? മടക്കി അയക്കുകയാണ്. താന് രോഗിയായി വളരെ ക്ഷീണിതനായി തീരുവാനിടയായി. എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. വളരെ ശാരീരികമായിട്ട് രോഗനിമിത്തമായി ക്ലേശം അനുഭവിച്ച ഈ എപ്പഫ്രോദിത്തോസിനെ മടക്കി ഫിലിപ്പിയ സഭയിലേക്ക് പൗലോസ് ഒരു ശുപാർശ ചെയ്ത് മടക്കി അയക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചാണ് 25 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ പ്രാണനെ പോലും കരുതാതെ പൗലോസിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? എപ്പഫ്രോദിത്തോസ്. അങ്ങനെയാണ് പൗലോസ് തന്നെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശുപാർശ ചെയ്ത് അവനെ കുറിച്ചും ഈ ലേഖനത്തിൽ എഴുതി മടക്കി അയക്കുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഫിലിപ്പിയ സഭക്കാര് പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപ് എപ്പഫ്രോദിത്തോസ് മടങ്ങി ചെല്ലുകയാണ്. ഇവന് കുറച്ചുകൂടെ അവിടെ നിൽക്കാൻ വയ്യായിരുന്നോ? പൗലോസിനെ ശുശ്രൂഷിക്കാൻ വയ്യായിരുന്നോ എന്നൊക്കെ അവർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് ശുപാർശ ചെയ്യുകയാണ്, അവനെ നിങ്ങൾ അങ്ങനൊന്നും ചോദിച്ച് ഭാരപ്പെടുത്തരുത്. അവന്റെ ശാരീരിക ക്ഷീണ നിമിത്തം അത് മനസ്സിലാക്കിയാണ് ഞാൻ അവനെ മടക്കി അയക്കുന്നത്. അതുകൊണ്ട് അവനെ നിങ്ങൾ ശകാരിക്കുകയോ അവനെ നിങ്ങൾ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. അവന്റെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി ഞാൻ അവനെ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞ് അവന് വേണ്ടിയാണ് ഈ 25 മുതൽ 30 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ എഴുതി ഈ ലേഖനത്തിൽ കൊടുത്തയക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ 2-ാം അധ്യായം അവസാനിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചാൽ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ സത്ത, അതാണ് 3-ാം അധ്യായത്തിലെ പൊതുവിഷയം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ സത്ത എന്താണ് എന്നാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ 1-2 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ഫിലിപ്പിലുള്ള വിശ്വാസികൾ സന്തോഷിപ്പീൻ എന്ന് അവരെ ആഹ്വാനം ചെയ്യുന്നതായ കാര്യമാണ്. 1-2 വാക്യത്തിൽ ഫിലിപ്പിയ വിശ്വാസികൾ സന്തോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് എഴുതുന്ന ഭാഗമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് പൗലോസ് വളരെ ഗൗരവമായി പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് 1-2 വാക്യത്തിൽ കാണാൻ കഴിയും. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. 2-ാം വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അപ്പൊ 2-ാം വാക്യത്തിൽ താന് 3 കൂട്ടരെ സൂക്ഷിക്കണമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മുന്നറിയിപ്പ്. സന്തോഷിക്കണമെന്ന് പറഞ്ഞവരെ ആഹ്വാനം ചെയ്തു 1-ാം വാക്യത്തിൽ, ഇല്ലേ? അങ്ങനെ പറഞ്ഞ ശേഷം 3 കൂട്ടരെ നിങ്ങൾ
സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഒന്ന്, നായ്ക്കളെ സൂക്ഷിക്കണം. രണ്ട്, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം. മൂന്ന്, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. അപ്പൊ ഈ 3 കൂട്ടരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ. ഒന്ന്, ആരെയാ സൂക്ഷിക്കണ്ടേ? നായ്ക്കളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ പട്ടണത്തിലൂടെ ഓടി നടക്കുന്ന നായ്ക്കളെ നിങ്ങളെ കടിക്കാതെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അവിടെ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം നായുടെ സ്വഭാവമുള്ളവരുണ്ട്. അതാ പ്രത്യേക അതിന്റെ അർത്ഥം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടുപോന്നവർ വീണ്ടും അതിൽ കുടുങ്ങി പോയാൽ അവർ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായ്ക്കള് എന്ന് പത്രോസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ദൈവകൃപയിലേക്ക് വന്നവർ വീണ്ടും അവർ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളവരുണ്ട്. അവരെ നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ആരാ? പിന്മാറ്റക്കാർ, അല്ലേ? അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നായ്ക്കളെന്ന് പറയുന്നത് പല അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച്, കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച്, കർത്താവിന് വേണ്ടി വിശുദ്ധിയോടൊക്കെ ജീവിച്ചവര് പലരും സാഹചര്യങ്ങളുടെ മുഖത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? വന്നതിലേക്ക് തിരിഞ്ഞു പോകാറുണ്ട്, അല്ലേ? അവരെയാണ് ഇവിടെ നായ്ക്കളെന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫിലിപ്പിയ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അത് കൊരിന്ത ലേഖനത്തിലും പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന് പേർപെട്ട ഒരുവൻ അവൻ ദൈവകൃപയിൽ നന്യപ്പെട്ടു പോയാൽ അവനുമായിട്ട് യാതൊരു ഇടപാടും പാടില്ലെന്ന് പൗലോസ് കൊരിന്ത ലേഖനത്തിന് പറഞ്ഞിട്ടുണ്ട്. അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ? അവര് വായി തുറന്നാൽ ഈ പിന്മാറ്റത്തിലേക്ക് പോയ കാര്യം അവർ പറയത്തുള്ളൂ. പോകാനുള്ള കാരണം എന്തോന്ന് പറയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾക്കുന്നവർക്കും തോന്നും അങ്ങ് പിന്മാറിപ്പോയി കളയാവുന്നു. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമുക്കറിയാം, ഈ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം വലയും പടവും ഒക്കെ വിട്ട് കർത്താവിനെ ഇറങ്ങി തിരിച്ചവർ എന്ത് ചെയ്തു? വീണ്ടും തിരിച്ചു പോയില്ലേ മീൻ പിടിക്കാൻ? ഈ ഒരാള് പോകാൻ തീരുമാനിച്ചാൽ ആ ഒരാൾക്കൊക്കെ പോയാൽ പോരായിരുന്നു. അപ്പൊ ഈ പിന്മാറ്റത്തിൽ പോകുന്നവര് കൂടെ ചിലരെ കൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തന്നെ പോകാനായിട്ട് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരെ 2-3 പേരെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാനാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് അവരുടെ പ്രകൃതി. അപ്പൊ പൗലോസ് ഇവിടെ പറയുകയാണ്, ആ നായ്ക്കളുടെ സ്വഭാവമുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അടുത്തത് പറയുകയാണ്, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീയ ലോകത്തിൽ ഉദാസീനതയോടെ വേല ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും എല്ലാം മനസ്സിലാക്കിയവരാണെങ്കിലും അതെല്ലാം മറന്ന് വേല ചെയ്യുന്നവരുണ്ട്. പേരിനും പ്രശസ്തിക്കും വേണ്ടി വേല ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ആകാത്ത വേലക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ദുരുപദേശം പഠിപ്പിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഏത് ലിസ്റ്റിൽപ്പെട്ടതാണ്? ആകാത്ത വേലക്കാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. അപ്പം നാം കർത്താവിന്റെ വേല ചെയ്യുന്നത് പേരിനും പ്രശസ്തിക്കും വേണ്ടി ആകരുത്.
ഒരിക്കലും അങ്ങനെ ചെയ്യുവാനിടയാകരുത്. നമ്മുടെ പേരല്ല ഉയർത്തപ്പെടേണ്ടത്. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നാമമാണ് ഉയർത്തപ്പെടേണ്ടത്. നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ പേരോ വെളിയിൽ വരുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കരുത്. എന്നാൽ ആകാത്ത വേലക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും അവർ മറന്നവരാണ്. ആ കൂട്ടത്തിൽ ദുരുപദേശകരുമുണ്ട്. അതുകൊണ്ടാകാത്ത വേലക്കാരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുകയാണ്. അടുത്തതായിട്ട് സൂക്ഷിക്കേണ്ടത് ആരെയാണ്? വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. വിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനക്കാരെന്നുള്ളതിന് മറ്റൊരു പദം അവിടെ പൗലോസ് അത് ഉദ്ദേശിച്ചിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിച്ഛേദിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞ, അല്ലെങ്കിൽ ഛേദിക്കപ്പെട്ട അനുഭവം ഉള്ളവർ. അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ആൺകുഞ്ഞുങ്ങൾ 8-ാം ദിവസം അവര് പരിച്ഛേദന ഏൽക്കണമെന്നുള്ളതായിരിക്കുന്ന നിയമമനുസരിച്ച് അവര് പരിച്ഛേദനക്കാരെന്നാണ് യഹൂദന്മാരെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിച്ഛേദനക്കാരെന്നുള്ള വേറൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പാരമ്പര്യം എന്ന നിലയിലാണ് അവര് ആ കർമ്മങ്ങൾ ചെയ്തു പോന്നുകൊണ്ടിരുന്നത്. അവർ സഭയിൽ കയറിയാൽ അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണവും തികവുമായിരിക്കുന്ന യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാര് എന്നാണ് പൗലോസ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. യഹൂദന്മാര് ബാഹ്യമായി ആ കർമ്മം ചെയ്യുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ പരിച്ഛേദന ഏറ്റവരാരാണ്? ദൈവമക്കളാണ്. ബാഹ്യമായി അവർക്ക് മുറിവും വേദനയും ഒക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ പശ്ചാത്തപിച്ച് അവൻ ഹൃദയവേദനയോടെ കഴിഞ്ഞ നാളുകൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിന് മാനസാന്തരമുണ്ടായി ദൈവത്തെങ്കിലേക്ക് വരുന്നൊരു വിശ്വാസിയാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരൻ. അഥവാ മാനസാന്തരപ്പെട്ടവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ പാരമ്പര്യപ്രകാരം അക്ഷരികമായി അതേ യഹൂദന്മാരങ്ങനെ ചെയ്യുന്നവരാണ്. എന്നാൽ അവരെയും ആ സഭയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പൗലോസ് അവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ 3 കൂട്ടരെ സൂക്ഷിക്കണം. 1 നായ്ക്കൾ, 2 ആകാത്ത വേലക്കാർ, 3 വിച്ഛേദനക്കാർ. ഇവരെ ദൈവമക്കൾ സൂക്ഷിക്കണം എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇനി അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ പൗലോസിന് ജഡത്തിൽ പ്രശംസിപ്പാൻ വകയുണ്ട് എന്ന് താൻ പറയുകയാണ്. പക്ഷേ അതിലൊന്നിലും പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? പ്രശംസിക്കുന്നില്ല. ഒരു കാലത്ത് താൻ അതിൽ പ്രശംസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ കാര്യങ്ങളിൽ താന് പ്രശംസ അർഹിച്ചൊരു വ്യക്തിയാണ്. അത് ലോകപ്രകാരം പ്രശംസിപ്പാൻ വകയുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ആ ജഡത്തിൽ തനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ടായിരുന്നിട്ടും അതെല്ലാം പൗലോസ് എന്ത് ചെയ്തെന്ന ഛേദമെന്നെണ്ണി, അല്ലേ? ചവറെന്നെണ്ണി. എന്തുകൊണ്ട്? ക്രിസ്തു നിമിത്തം. ക്രിസ്തു നിമിത്തം നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാരണം പറഞ്ഞാലും അത് ക്രിസ്തു നിമിത്തമായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ഇനി ജഡത്തിൽ പ്രശംസിപ്പാൻ ഒരു വകയുമില്ല കേട്ടോ. ആ പൗലോസ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ പൗലോസിന് ജഡത്തിൽ പ്രശംസിപ്പാനായിട്ട് വകയുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും
താൻ അവിടെ എടുത്തെടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, 8-ാം നാളിൽ താൻ ആരാണ്? പരിച്ഛേദനയേറ്റവനായിരുന്നു. അതിൽ പ്രശംസിപ്പാൻ വകയുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമം പൂർണ്ണമായി താൻ അനുസരിച്ചവനായിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് താനൊരു യഹൂദനായിരുന്നുവല്ലോ, അല്ലേ? അപ്പോൾ ന്യായപ്രമാണത്തിലെ നിയമം എന്തു പറയുന്നുവോ അതനുസരിച്ച് താൻ 8-ാം ദിവസം തന്നെ പരിച്ഛേദന ഏറ്റവനായിരുന്നു, നിയമം അനുസരിച്ചവനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 2, ഇസ്രായേൽ ജാതിക്കാരനാണ് താന് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിന്റെ സന്തത പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു താൻ. അതാണ് ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറയുവാൻ കാരണം. ഇസ്രായേൽ ജാതിക്കാരൻ, നമുക്കറിയാം അവര് ദൈവത്തിന് ജനമാണ്, അല്ലേ? ഏക സത്യ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന തേരന്റെ മകനായിരുന്ന അബ്രഹാമിനെ ദൈവം, തേജോമയനായ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പൊ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ അബ്രഹാമിൽ കൂടെ തനിക്കൊരു ജനത്തെ ലോകത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നു. അഥവാ ഇസ്രായേൽ ജനത്തെയാണ് അബ്രഹാമിൽ കൂടെ ദൈവം കണ്ടത്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബിന്റെ സന്തതികളെ, അവരെയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. യാക്കോബിന് ദൈവം ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. എന്നാൽ ഈ യാക്കോബിന്റെ സന്തത പരമ്പരകളാണ് ഗോത്രങ്ങളായി വേർതിരിക്കപ്പെട്ട ഇസ്രായേൽ ജനം. എന്തിനായിരുന്നു ദൈവം ഈ ജനത്തെ ലോകത്തിൽ അങ്ങനെ തെരഞ്ഞെടുത്താക്കിയത്? 1, ഏക ദൈവ വിശ്വാസം നിലനിർത്തണം. 2, സാത്മാർഗിക നില പരിപാലിക്കണം. 3, മശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തണം. 4, ദൈവവചനം എഴുതി സൂക്ഷിക്കണം. ഈ 4 ഉദ്ദേശങ്ങളോടുകൂടിയാണ് ദൈവം അബ്രഹാമിൽ കൂടെ തന്റെ ജനത്തെ എന്ത് ചെയ്തത്? തെരഞ്ഞെടുക്കുവാനായിട്ടിടയായത്. ഏകദൈവ വിശ്വാസം നിലനിർത്തുക, സാത്മാർഗിക നില പരിപാലിക്കുക, മശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുക, ദൈവവചനം എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ആ ഇസ്രായേൽ ജാതി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് സ്വന്തം ജനമാ. ബാക്കി എല്ലാവരെയും ജാതികളെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായും ജനമായും ദൈവമാക്കി വെച്ചത് ആരെയായിരുന്നു? ഇസ്രായേൽ ജാതിയെയാണ്. അപ്പോൾ അതിനകത്ത് പൗലോസിനെ പ്രശംസിക്കാൻ വകയുണ്ട്. താൻ പറയാ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. 3, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. മൂന്നാമത്തെ പ്രശംസിക്കാനുള്ള വക അതാ. ജഡത്തിലാകട്ടോ, ഒരിക്കലും അതിലെല്ലാം പ്രശംസിച്ച ഒരു വ്യക്തിയാണ് താൻ. പക്ഷെ ഇപ്പോൾ അതിലൊന്നിലും താൻ പ്രശംസിക്കുന്നില്ല. മൂന്നാമത് എന്തുവായിരുന്നു പ്രശംസ? എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. സെമറ്റിക് എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട് കേട്ടോ. സെമറ്റിക് ഭാഷ സംസാരിക്കുന്നവരിൽ ഒരു കൂട്ടം ജനതയെയാണ് എബ്രായരെന്ന് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. സെമറ്റിക് ഭാഷ സംസാരിക്കുന്നവരിൽ ഒരു കൂട്ടം ജനമായിരുന്നു ആര്? എബ്രായർ. അവരെയാണ് എബ്രായർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവർ നോഹയുടെ പുത്രനായ ഷേമിന്റെ സന്തതികളാണ്. നോഹയുടെ പുത്രനായ ഷേമിന്റെ സന്തതികളാണ്.
എബ്രായർ എന്ന പദത്തിന് മറുകര എന്നാണ് അർത്ഥം. മറുകര എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദി കടന്ന് മറുകര എത്തിയവർ എന്നൊരർത്ഥമുണ്ട് എബ്രായർ. അപ്പോ ആ വിധത്തിൽ ആരായിരുന്നു പൗലോസ്? എബ്രായരിൽ ജനിച്ച ഒരു എബ്രായൻ എന്നാണ് താന് അവകാശപ്പെടുന്നത്. അടുത്തതായിട്ട് താന് പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ. നമുക്കറിയാം, യഹൂദ മതത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ആര്? പരീശന്മാർ. പരീശന്മാരിൽ തന്നെ പല ഗ്രൂപ്പുണ്ട്, പല വിധത്തിലുള്ള പരീശന്മാരുണ്ട്. അപ്പം യഹൂദ മതത്തിലെ പ്രധാനപ്പെട്ട വിഭാഗമായ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു പൗലോസ്. ഏത് സംബന്ധിച്ച്? ന്യായപ്രമാണം സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം സൂക്ഷിപ്പാനായി രൂപം കൊണ്ടതായ ഒരു ഗ്രൂപ്പാണ് യഹൂദന്മാരുടെ കൂട്ടത്തിൽ ആര്? പരീശന്മാർ. കർത്താവിന്റെ കാലമായപ്പോഴത്തേക്ക് ഇവർ കേവലം നാമധാരികൾ മാത്രമായി തീരുവാനിടയായി. ഇവരുടെ ഉപദേശവും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ലാത്തവരായി തീർന്നു. ഏത് കാലഘട്ടത്തിൽ? കർത്താവിന്റെ ഈ ലോകത്തിലെ ജീവിതകാലത്ത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ പറഞ്ഞ കർത്താവ് പരീശന്മാരെ ശാസിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് നോക്കിയ എല്ലാ കാര്യത്തിലും കൃത്യമായി കാര്യങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ന്യായപ്രമാണം സംബന്ധിച്ച് പൗലോസ് ആരായിരുന്നു? ഒരു പരീശനായിരുന്നു എന്ന് പറയാൻ കാരണം. അടുത്തത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തെ സേവിച്ച് ന്യായപ്രമാണത്തിന്റെ നീതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പാലിച്ച് ഒരു കുറ്റവും പറയുവാനില്ലാതിരുന്ന പൗലോസിന്റെ കാലത്ത് ഈ യേശുവിന്റെ മാർഗക്കാരെന്ന് കേട്ടപ്പോൾ തന്റെ രക്തം തിളയ്ക്കാനിടയായി. കാരണം ന്യായപ്രമാണത്തിന്റെ ഉപദേശപ്രകാരമല്ല ഈ മാർഗക്കാർ ജീവിച്ചത്. അവർ യേശുവിന്റെ മാർഗക്കാരായിരുന്നു. ന്യായപ്രമാണത്തിന്റെ അവസാനമായി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്ന യേശു രക്തം കൊടുത്ത് സമ്പാദിച്ച ആ സഭയെക്കുറിച്ച് പൗലോസിന് കാലത്ത് അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്റെ ശുഷ്കാന്തി നിമിത്തം താൻ സഭയെയും ദൈവമക്കളെയും ഉപദ്രവിക്കുവാനായിട്ടിടയായി. ആ മാർഗക്കാരെ കണ്ടുപിടിച്ച് വലിച്ചിഴച്ച് നിയമപാലകരുടെ അടുക്കൽ എത്തിച്ച് അവരെ ഉപദ്രവിക്കുവാനും അവരെ കാരാഗൃഹത്തിലാക്കുന്നതിലൊക്കെ പൗലോസ് മുൻപന്തിയിൽ നിൽക്കുവാനിടയായി. താൻ സ്വമനസാല ചെയ്തതല്ല, തന്റെ ശുഷ്കാന്തി മുഖാന്തരം താൻ ചെയ്തത്. നസ്രയനായിരിക്കുന്ന യേശു ദൈവപുത്രനാണെന്ന് പറയുന്നതിൽ പൗലോസിന് വളരെ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഒരു തച്ചന്റെ മകനായി, മറിയയുടെ മകനായി യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ചെങ്കിലും
ആ യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാനുള്ള ആ മനോഭാവം പൗലോസിന് ഉണ്ടായിരുന്നില്ല. കാരണം ന്യായപ്രമാണ സംബന്ധമായി തനിക്ക് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ മാർഗക്കാരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതായിരുന്നു പൗലോസിന്റെ ഏക ആഗ്രഹം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവജനത്തെ എപ്രകാരം ഉപദ്രവിക്കുവാനായിട്ട് താൻ ശുഷ്കാന്തി ഉള്ളവനായിരുന്നുവോ അതിനേക്കാൾ ശുഷ്കാന്തി ദൈവത്തെ അറിഞ്ഞ ശേഷം, കർത്താവിനെ അറിഞ്ഞ ശേഷം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ താൻ ശുഷ്കാന്തി കാണിച്ചു എന്നുള്ളത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാ കേട്ടോ. കർത്താവിനും കർത്താവിന്റെ ജനത്തിനും എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എത്രമാത്രം അവരെ ഉപദ്രവിക്കുവാൻ കഴിയുന്നുവോ അങ്ങനെയുള്ളവരെയൊക്കെ കർത്താവ് വിളിച്ചു വേർതിരിച്ചാലുണ്ടല്ലോ, അവര് കർത്താവിന് നല്ല മുതൽക്കൂട്ടാണ്. കർത്താവിനറിയാം അവര് ദൈവഭാഗത്ത് വന്നാൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ശുഷ്കാന്തിയോടെ കർത്താവിന്റെ വേല ചെയ്യുമെന്ന്. അതൊരു വലിയ അത്ഭുതമാണ് കേട്ടോ. പണ്ടൊക്കെ കൺവെൻഷൻ നടക്കുമ്പോൾ പോസ്റ്റേ കയറി ഫ്യൂസ് ഊരിയവരുണ്ട്, നമ്മൾ കേട്ട് കാണും. കർത്താവിന് അവരെ ആവശ്യമാണ്. കാരണം അവര് വിശ്വാസത്തിൽ വന്നാൽ മൈക്ക് കെട്ടാൻ അവർ മരത്തെ കയറും എന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് അവരെ വിളിച്ചു വേർതിരിക്കും. യോഗം നടക്കുമ്പോൾ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കുകയും കൂവുകയും ചെയ്തവര് ദൈവഭാഗത്ത് വന്നിട്ടുണ്ട്. കർത്താവിനറിയാം അവർ നല്ല ശബ്ദമുള്ളവരാണ്, വിശ്വാസത്തിൽ വന്നാൽ ശബ്ദത്തിൽ പ്രസംഗിക്കുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് അവരെ കൊണ്ടുവരും. യോഗം മുടക്കിക്കളയാനായിട്ട് ടിന്നൽ താളത്തിനടിച്ച് ബഹളം ഉണ്ടാക്കിയവരുണ്ട്. കർത്താവിന് അവരെ കുറിച്ച് അറിയാം. അവനകത്ത് വന്നാൽ ഡ്രം അടിക്കാൻ കൊള്ളാവനറിയാം. അപ്പൊ നോക്കിക്കേ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭ ഉപദ്രവിച്ചവനാണെങ്കിലും കർത്താവ് പൗലോസിനെ പിടിച്ച ശേഷം എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടെ താൻ രക്തസാക്ഷിയായി തീർന്ന സമയം വരെയും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യം കൂടെ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലെ തന്റെ നടപ്പ് ഉന്നതമായിരുന്നുവെങ്കിലും അത് നിമിത്തം ആർക്കും തന്നെ ആക്ഷേപിക്കുവാനോ പരിഹാസം പറയുവാനോ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിലെ നീതി ഗൗരവമേറിയതായിരുന്നുവെന്നാൽ അദ്ദേഹം അതെല്ലാം വിട്ട് കർത്താവിനെ അറിയുവാനായിട്ടിടയായി. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം, കണ്ടോ, ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഓ, അതാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ലക്ഷണം കേട്ടോ. യഥാർത്ഥ മാനസാന്തരത്തിന്റെ ലക്ഷണം അതാണ്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ലോകപ്രകാരം ഉന്നതമായ ജോലി ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വിട്ടാണ് ഞാനിപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ ഇത് 2-ാം തരമാണെന്നുള്ള ചിന്തയിലാണ് പലരും പറയുന്നത്. അങ്ങനെയല്ല, 1-ാം സ്ഥാനം കർത്താവിന്റെ വേലയ്ക്കാണുള്ളതെന്നുള്ളത് സംശയമില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇതൊക്കെ എനിക്ക് ഒരിക്കൽ ലാഭമായിരുന്നു, പക്ഷെ അതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്യുകയാണ്? ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ്. ഈ മുകളിൽ പറഞ്ഞതെല്ലാം തനിക്കൊരിക്കൽ ലാഭമായിരുന്നു, എന്നാൽ അതെല്ലാം താൻ ഇപ്പോൾ എന്ത് ചെയ്തു? ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിരിക്കുകയാണ്. ദൈവത്തിൽ പറയുന്നത് പോലെ സ്വജനത്തിന് ഗുണകാംക്ഷിയും സഹോദര സംഘത്തിന് ഇഷ്ടനുമായി താൻ വിളങ്ങിയവനാണെങ്കിലും
തൻ്റെ അനുഭവം കർത്താവിനെ കണ്ടുമുട്ടിയ നാള് മുതൽ ക്രിസ്തു നിമിത്തം അതെല്ലാം താൻ എന്ത് ചെയ്തു? ഛേദമെന്ന് എണ്ണി അത് വിലയില്ലാതെ ആക്കുവാനായിട്ടിടയായി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വലുതാണെന്ന് പൗലോസ് പറയുകയാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് പരിചയം കൊണ്ട് ലഭിക്കുന്ന അറിവാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ പരിചയം ഉണ്ടാകുന്ന അനുഭവത്തെയാണ് ഇവിടെ പൗലോസ് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, താന് നേരത്തെ വിശ്വാസത്തിൽ വരാതിരുന്നതിൽ ഖേദിക്കുകയാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ നാള് മുതൽ ഓരോ ദിവസം കഴിയും തോറും കർത്താവുമായിട്ടുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള അടുപ്പം, കർത്താവുമായിട്ടുള്ള പരിചയം അത് വർദ്ധിച്ച് വർദ്ധിച്ച് അത് പരിജ്ഞാനത്തിലേക്ക് വരുന്നതായിട്ടാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കണം കേട്ടോ. കർത്താവുമായിട്ടുള്ള പരിചയം വർദ്ധിക്കാനിടയാകണം. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ആഴം കൂടണം. അത് കുറഞ്ഞു പോകുവാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. അത് കൂടിക്കൊണ്ടിരിക്കുവാനായിട്ടിടയാകണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ആ ബന്ധത്തിന് കുറവ് വരരുത് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തെ ഹനിക്കുന്നതായിരിക്കും. എന്നാൽ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പലരും പലരെ കുറിച്ച് പറയുന്ന അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ ഇന്നയാളുമായിട്ട് കൂട്ടുകൂടി നടന്നു, അവസാനമാണ് എനിക്ക് അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അവരോട് കൂട്ടുകൂടാൻ കൊള്ളത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം വർദ്ധിച്ചാലും, കർത്താവുമായിട്ട് എത്രമാത്രം പരിചയം സമ്പന്നരായി തീർന്നാലും, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു വാക്കുപോലും നമുക്ക് കൊള്ളത്തില്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കർത്താവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാനായിട്ടുണ്ട്. കർത്താവിന്റെ സ്വഭാവത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതാണ് ഒരു ക്രിസ്തു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ് കർത്താവിനോടുള്ളതായ ആഴമായ ബന്ധം വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി തീരുവാനിടയാണ്. ഓരോ ദിവസവും നമ്മുടെ ബന്ധം വർദ്ധിക്കും. സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആരംഭത്തെക്കാൾ ഒരു നല്ല അവസാനം നമുക്ക് പ്രാപിപ്പാനിടയാകണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഇവിടെ അവസാനിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ